ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. Astor Mims, Calicut and Kottakkal. We will treat you. നമസ്കാരം. ജില്ലാ വാർത്തകൾ. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. ദേശത്തിന്റെ അതിരുകൾക്കപ്പുറത്ത് ലോകമെമ്പാടുമുള്ള വനിതകൾക്കായി ഒരു ദിനം എന്ന ചിന്തയിൽ നിന്നാണ് വനിതാ ദിനാചരണം ഉരുത്തിരിഞ്ഞത്. വനിതകളുടെ ക്ഷേമത്തിനായി പുതിയ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നതും ഈ ദിനത്തിലാണ്. എന്നാൽ കേരളത്തിൽ സ്ത്രീ പീഡനത്തിന്റെ ദുഃഖകരമായ വാർത്തകൾ കേട്ടുകൊണ്ടാണ് ഈ വർഷത്തെ വനിതാ ദിനം കടന്നുപോകുന്നത്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പൊതുപരീക്ഷകൾക്ക് തുടക്കം. ലോക വനിതാ ദിനം. സ്ത്രീ സുരക്ഷയെ ചോദ്യം ചെയ്ത് ദിനാചരണ പരിപാടികൾ. ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ ആത്മാവിൽ ആവാഹിച്ച് ജയസ്നേഹ. പെണ്ണ് പൂക്കുന്ന കാലം അരങ്ങിൽ. വിശദമായ വാർത്തകളിലേക്ക്. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. സംസ്ഥാനത്തൊട്ടാകെ 4,55,906 വിദ്യാർത്ഥികൾ റെഗുലർ വിഭാഗത്തിൽ SSLC പരീക്ഷ എഴുതുന്നുണ്ട്. ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പരീക്ഷ 4,61,230 പേരും രണ്ടാം വർഷ പരീക്ഷ 4,42,434 പേരുമാണ് എഴുതുന്നത്. ഈ വർഷത്തെ SSLC ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. ഉച്ചയ്ക്ക് 1:45 SSLC പരീക്ഷ ആരംഭിച്ചത്. ഒന്നാം ഭാഷ പാർട്ട് 1 മലയാളം, തമിഴ്, കന്നഡ, ഉറുദു, ഗുജറാത്തി, അഡീഷണൽ ഇംഗ്ലീഷ്, അഡീഷണൽ ഹിന്ദി, സംസ്കൃതം ഓറിയന്റൽ ഒന്നാം പേപ്പർ, അറബിക് ഓറിയന്റൽ ഒന്നാം പേപ്പർ എന്നിവയിലായിരുന്നു ആദ്യ ദിനത്തിലെ പരീക്ഷ. ജില്ലയിൽ കോഴിക്കോട്, വടകര, താമരശ്ശേരി വിദ്യാഭ്യാസ ഉപജില്ലകളിലായി 46,672 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. 200 സെന്ററുകളിലായുള്ള പരീക്ഷയിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പരീക്ഷ എഴുതാനുള്ള സഹായികളെയും അനുവദിച്ചിട്ടുണ്ട്. കോഴിക്കോട് വിദ്യാഭ്യാസ ജില്ലയിലാണ് കൂടുതൽ പരീക്ഷാർത്ഥികളുള്ളത്. 16,106, വടകര 15,916, താമരശ്ശേരി 14,650 എന്നിങ്ങനെയാണ് മറ്റു വിദ്യാഭ്യാസ ജില്ലകളിലെ കണക്ക്. കൊളത്തറ റഹ്മാനിയ സ്കൂൾ ഫോർ ഹാൻഡിക്യാപ്ഡ്, കൊളത്തറ കാലിക്കറ്റ് സ്കൂൾ ഫോർ ഹാൻഡിക്യാപ്ഡ്, കരുണ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നുണ്ട്. സംസ്ഥാനത്തുടനീളം റെഗുലർ വിഭാഗത്തിലായി 4,55,906 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. 2,588 പേർ പ്രൈവറ്റ് വിഭാഗത്തിലും പരീക്ഷ എഴുതി. 2,933 കേന്ദ്രങ്ങളിലായാണ് പരീക്ഷ. ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിൽ 1,321 ഗൾഫിൽ 9 കേന്ദ്രങ്ങളിൽ 515 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നുണ്ട്. രാവിലെ 10 ഹയർ സെക്കൻഡറി പരീക്ഷകൾ ആരംഭിച്ചത്. 4,61,230 വിദ്യാർത്ഥികൾ ഒന്നും 4,42,434 പേർ രണ്ടാം വർഷ പരീക്ഷയും എഴുതി. 2,050 കേന്ദ്രങ്ങളാണ് ഉള്ളത്. 27 വരെയാണ് SSLC പരീക്ഷ. മാർച്ച് 28 ഹയർ സെക്കൻഡറി VHSC പരീക്ഷകൾ അവസാനിക്കുക. ക്രമക്കേട് തടയാൻ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി, ഡയറക്ടർ തലങ്ങളിലും DPIയിലെ DDമാരുടെ നേതൃത്വത്തിലും 14 DD, 41 DOമാരുടെ നേതൃത്വത്തിലും പ്രത്യേക സ്ക്വാഡുകൾ രൂപവൽക്കരിച്ചിട്ടുണ്ട്. നഗരത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് വനിതാ ദിനത്തിൽ ആദരം. വർഷങ്ങളായി സേവനമനുഷ്ഠിക്കുന്നവരെ ടൌൺഹാളിൽ നടന്ന ചടങ്ങിൽ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ആദരിച്ചു. നഗരത്തിലെ ചപ്പുചവറുകൾ വൃത്തിയാക്കാൻ ജീവിതമൊഴിഞ്ഞുവെച്ച ശുചീകരണ തൊഴിലാളികളെ ആദരിച്ചത് കോഴിക്കോട് നഗരസഭയാണ്. ശുചീകരണ പ്രവർത്തനങ്ങളിൽ 20 വർഷമായി സേവനമനുഷ്ഠിക്കുന്നവർ മുതൽ 30 വർഷമായി സേവനം തുടരുന്നവർ വരെ ഇക്കൂട്ടത്തിലുണ്ട്. ടൌൺഹാളിൽ നടന്ന ചടങ്ങിൽ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ തൊഴിലാളികളെ ആദരിച്ചു. നഗരത്തിന്റെ മുക്കുമൂലയും വൃത്തിയാക്കുന്ന 1000-ഓളം തൊഴിലാളികളാണ് ഒരേ വേദിയിൽ അണിനിരുന്നത്. തൊഴിലിനോടും തങ്ങളുടെ നഗരത്തോടുമുള്ള ഉത്തരവാദിത്തമാണ് പലരെയും വർഷങ്ങളായി ഈ മേഖലയിൽ പിടിച്ചു നിർത്തുന്നത്. 30 വർഷത്തോളം ശുചീകരണ മേഖലയിൽ തുടരുന്ന തൊഴിലാളികളിൽ പലർക്കും പ്രായം 70-നും അതിലധികവുമാണ്.
പ്രായഭേദമന്യേ നഗരത്തിനായി പ്രവർത്തിക്കുന്ന 20-ലധികം പേരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. പരിപാടിയിൽ കോർപ്പറേഷൻ ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ അനിതാ രാജൻ അധ്യക്ഷയായിരുന്നു. കോർപ്പറേഷൻ സെക്രട്ടറി ജോഷി മൃണ്മയി ശശാങ്ക്, വികസനകാര്യ സമിതി ചെയർമാൻ PC രാജൻ, നഗരാസൂത്രണ സമിതി ചെയർമാൻ MC അനിൽകുമാർ, കൌൺസിലർ നമ്പിടി നാരായണൻ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KP വേലായുധൻ, അസിസ്റ്റന്റ് മിഷൻ കോർഡിനേറ്റർ T ഗിരീഷ് കുമാർ, സെൻട്രൽ CDS ചെയർപേഴ്സൺ K ബീന, കുടുംബശ്രീ CDS മെമ്പർ സെക്രട്ടറി MV റംസി ഇസ്മായിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. വനിതാ ദിനത്തിൽ സ്ത്രീ എന്ന 6 കഥാപാത്രങ്ങളെ പെണ്ണ് പൂക്കുന്ന കാലത്തിലൂടെ അവതരിപ്പിച്ച് ക്രിസ്ത്യൻ കോളേജിലെ 2ാം വർഷ മലയാള വിദ്യാർത്ഥി ജയസ്നേഹ. കോളേജിലെ വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് ഈ വ്യത്യസ്തമാർന്ന കാഴ്ച നടന്നത്. സ്ത്രീ ശാപം ബ്രാഹ്മണരുടെ മാത്രം തലയിൽ പതിക്കേണ്ടെന്ന് കരുതിയിട്ടുണ്ടാകും ഋഷീശ്വരൻ. സ്ത്രീയായി പിറന്നതിൽ സ്വയം ശപിച്ചവരെയും കഴുകന്മാർ പിച്ചി ചീന്തിയ പെൺമക്കളെ ഓർത്ത് കണ്ണീർ പൊഴിക്കുന്ന അമ്മമാരെയും ഒരു വേദിയിൽ പകർന്നഭിനയിച്ച് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ 2ാം വർഷ മലയാള വിദ്യാർത്ഥി ജയസ്നേഹ കാണികളുടെ കണ്ണുകലക്കി. പീഡന വാർത്തകൾക്കിടയിൽ ഒരു വനിതാ ദിനം, അതാണിന്ന്. ധൈര്യത്തിന്റെയും പോരാട്ടത്തിന്റെയും ഒരുപാട് ഓർമ്മകൾ ലോക വനിതാ ദിനത്തിന് പിന്നിലുണ്ട്. കാലം മാറിയപ്പോൾ കഥകൾക്ക് മാറ്റവും സംഭവിച്ചു വരുന്നു എന്നതിന്റെ നേർക്കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി കേരളത്തിൽ നടക്കുന്നത്. വിദ്യാഭ്യാസവും നാഗരിക പുരോഗതിയും മനുഷ്യന്റെ മാനവികതയെ പരിപോഷിപ്പിക്കുന്നില്ലെന്നത് ആശ്ചര്യജനകമാണ്. കോളേജിലെ വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച പെണ്ണ് പൂക്കുന്ന കാലം 6 വ്യത്യസ്ത സ്ത്രീ കഥാപാത്രങ്ങളെയാണ് തുറന്നുകാട്ടിയത്. ഓരോ കഥാപാത്രവും ഉള്ളലിയിക്കും വിധമാണ് ജയസ്നേഹ അവതരിപ്പിച്ചത്. പോരാട്ടങ്ങളുടെ വീര്യം ഉയർത്തിപ്പിടിച്ച് വനിതാ ദിനം ആഘോഷിച്ച കാലം മാറി പീഡന കഥകളുടെയും മരണങ്ങളുടെയും വാർത്തകൾ ഉയർത്തിപ്പിടിച്ച് ചോദ്യചിഹ്നമായി കിടക്കുന്ന സ്ത്രീ സുരക്ഷിതത്വമാണ് ഈ വനിതാ ദിനത്തിൽ വിഷയമാകുന്നത്. കോളേജ് വുമൻസ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി കോർപ്പറേഷൻ സെക്രട്ടറി മൃണ്മയി ജോഷി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ ഗോഡ്വിൻ സാമ്രാജ്, വുമൻസ് സെൽ കോർഡിനേറ്റർ പ്രൊഫസർ ഷീല F ക്രിസ്റ്റീന, ശ്രീലക്ഷ്മി സുരേഷ്, ജയപാൽ സാമുവൽ സച്ചാൽ, സിന്ധു RS തുടങ്ങിയവരും പങ്കെടുത്തു. കേവലം ഒരു വനിതാ ദിനാഘോഷമായിരുന്നില്ല വിമൻസ് ഇന്ത്യൻ അസോസിയേഷന്റേത്. തളി പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ വർഷങ്ങളായി സേവനം നടത്തിവരുന്ന അമ്മു അമ്മയെ ആദരിക്കാനാണ് ഈ പെൺകൂട്ടായ്മ വനിതാ ദിനത്തിൽ ഒത്തുചേർന്നത്. വർഷങ്ങളായി തളി പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ സേവനം ചെയ്തുവരുന്ന അമ്മു അമ്മയ്ക്ക് ആദരവ് നൽകാനാണ് വിമൻസ് ഇന്ത്യൻ അസോസിയേഷൻ വനിതാ ദിനം ആഘോഷിച്ചത്. കേവലം ഒരു വനിതാ ദിനാഘോഷം എന്നതിലുപരിയായി നിർധനരായ സ്ത്രീകൾക്ക് കൈത്താങ്ങാവാനും ഈ കൂട്ടായ്മ മറന്നില്ല. ചടങ്ങിനോടനുബന്ധിച്ച് ധനസഹായ വിതരണം നടന്നു. വിമൻസ് ഇന്ത്യ അസോസിയേഷൻ പ്രസിഡന്റ് രാധാ പ്രഭാകർ, സെക്രട്ടറി ചിത്ര കൃഷ്ണൻകുട്ടി, രമ മേനോൻ തുടങ്ങിയവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. ചടങ്ങിൽ അസോസിയേഷന്റെ ഡയറക്ടറി പ്രകാശന കർമ്മവും നടന്നു. സ്ത്രീകൾ ഒരു പേരിന് വേണ്ടിയോ ഒരു പ്രശസ്തിക്ക് വേണ്ടിയോ അല്ല നമ്മൾ ഇന്ന് ഇവിടെ നടത്തുന്നത്. നമ്മൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 40-45 വർഷമായി നമ്മുടെ കൂടെ ജോലി ചെയ്തിരുന്ന, ഇവിടെ പത്മശ്രീയിൽ ഉണ്ടായിരുന്ന നമ്മുടെ അമ്മൂമ്മ എന്ന് പറഞ്ഞ ഒരാളെ ആദരിക്കാനാണ് ഇന്നത്തെ ദിവസം. സുഖപ്രസവത്തിന് ഇനി സംഗീതവും. ഗർഭിണികൾക്കായി ഗവൺമെന്റ് ബീച്ച് ആശുപത്രിയിലാണ് മ്യൂസിക് സിസ്റ്റം ഒരുക്കിയത്. കാലിക്കറ്റ് ടൗൺ സർവീസ് ബാങ്ക് സജ്ജമാക്കിയ സംവിധാനം ചെയർമാൻ M ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. മാനസിക പിരിമുറുക്കമോ സമ്മർദ്ദമോ ഇല്ലാതെ ഇനി ഇവർ തങ്ങളുടെ കുഞ്ഞിന് ജന്മം നൽകും. പ്രസവ സമയത്തെ ടെൻഷനുകൾ ഒന്നും തന്നെ ഇവരെ ബാധിക്കില്ല. സമ്മർദ്ദങ്ങൾക്ക് വിലങ്ങിടാൻ സംഗീതത്തിന്റെ സാന്ത്വന സ്പർശമാണ് ഇതിനായി ഗവൺമെന്റ് ബീച്ച് ആശുപത്രിയിൽ ഒരുക്കിയിട്ടുള്ളത്. സംഗീതം ആസ്വദിച്ച് സുഖപ്രസവം നടത്താനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിട്ടത് അധികൃതർ തന്നെയാണ്. ആദ്യഘട്ടം പരീക്ഷണമാണെങ്കിലും പ്രവർത്തനം കൊണ്ട് ഗർഭിണികളുടെ മാനസിക സമ്മർദ്ദം, പിരിമുറുക്കം എന്നിവ ഒഴിവാക്കാൻ കഴിയുമെന്ന് ആശുപത്രി സൂപ്രണ്ട് പറയുന്നു. സുഖമായി മാനസികമായ സമ്മർദ്ദം, പിരിമുറുക്കം തീർച്ചയായും മ്യൂസിക് സിസ്റ്റത്തിലൂടെ കുറക്കാൻ കഴിയും എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിച്ചതാണ്. സ്വകാര്യ ആശുപത്രികളെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ബീച്ച് ആശുപത്രിയുടെ നിലവിലെ പ്രവർത്തനങ്ങൾക്ക് കരുത്തുപകർന്നത് കാലിക്കറ്റ് ടൗൺ സർവീസ് ബാങ്കാണ്. 7ാം വാർഡിൽ മ്യൂസിക് സിസ്റ്റം ഉൾപ്പെടെയുള്ള സൌകര്യങ്ങളാണ് ബാങ്ക് ഏർപ്പെടുത്തിയത്. ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് ചെയർമാൻ M ഭാസ്കരൻ പുതിയ സംവിധാനം ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ KP ബഷീർ, ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ ഷീബ T ജോസഫ്, RMO സാജ് മാത്യു, ബാങ്ക് GM E സുനിൽകുമാർ, AGM A ബിജു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു.
വിളിച്ചാൽ വിളി കേൾക്കുന്ന, കരഞ്ഞാൽ കണ്ണീർ തുടയ്ക്കുന്ന ഒരേയൊരു ദൈവമായ അമ്മമാർക്കായുള്ള കാലത്തിന്റെ മുതൽക്കൂട്ടാണിത്. പുതിയ സംവിധാനത്തിലൂടെ ഇനി കുഞ്ഞുങ്ങളും വളരുമെന്ന് പ്രതീക്ഷിക്കാം. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബിഗ് എക്സ്ചേഞ്ച്. നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിവാങ്ങുവാൻ സുവർണാവസരം. വജ്രാഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ അതിശയിപ്പിക്കുന്ന ആനുകൂല്യങ്ങളുമായി ടെൻഷൻ ഫ്രീ അഡ്വാൻസ് ബുക്കിംഗ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു കോട്ടൺ ക്ലാസിക്സ്. 1000-ൽ പരം നെയ്ത്ത് ഗ്രാമങ്ങളിൽ നിന്നും 100,000-ൽ പരം ഡിസൈനുകളും ഫാഷനും ഒരുമിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ടൺ ഉത്സവം. കല്യാൺ സിൽക്സ് കോട്ടൺ ക്ലാസിക്സ്. ആന്ധ്രാപ്രദേശിലെ മംഗൾഗിരി കോട്ടൺ, രാജസ്ഥാനിലെ കോട്ട കോട്ടൺ, ഒഡീഷയുടെ സംബൽപുരി, മധ്യപ്രദേശിന്റെ ചന്ദേരി കോട്ടൺ, ബംഗാളിന്റെ ഫുലിയ കോട്ടൺ. ഈ ക്ലാസിക്കുകളൊക്കെയും ഒരുമിക്കുന്നു കല്യാൺ സിൽക്സിൽ. കല്യാൺ സിൽക്സ് കോട്ടൺ ക്ലാസിക്സ്. നിനക്ക് പുതിയ നെക്ലസ്. നൈസ്. ഇതതിന്റെ കൂടെ ഫ്രീ ഗിഫ്റ്റ്. കൊള്ളാം. ഹലോ. റിയലി? താങ്ക് യു. എന്താണ്ടായേ? നമുക്ക് ഗോൾഡ് ബാർ കിട്ടി ലക്കി ഡ്രോയിൽ. അത് എനിക്കല്ലേ? ഫോർ മീ പ്ലീസ് പ്ലീസ്. ആഭരണങ്ങളുടെ ഉത്സവം, 15 കോടി രൂപയുടെ സമ്മാനങ്ങൾ. ഓരോ പർച്ചേസിനും ഒപ്പം നേടും അഷ്വർഡ് ഗിഫ്റ്റ്. പ്രതിവാരം ലക്കി ഡ്രോയിലൂടെ ഗോൾഡ് ബാർ നേടാൻ അവസരം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. പെൺകരുത്തിന് മാതൃകയായി കാക്കിയണിഞ്ഞ ധീര വനിതാ പോലീസുകാർ രംഗത്തിറങ്ങിയത് കോഴിക്കോട്ട് നിന്നും. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് കോഴിക്കോട് പാവമണി റോഡിലാണ്. കാക്കിയണിഞ്ഞ് പെൺകരുത്തിന് മാതൃകയാവാൻ ധീര വനിതകളുണ്ടായത് നമ്മുടെ നാട്ടിൽ നിന്നാണെന്നത് ലോക വനിതാ ദിനത്തിൽ കോഴിക്കോടുകാർക്ക് അഭിമാനിക്കാവുന്ന നേട്ടമാണ്. ഇന്ത്യയിലെ തന്നെ പ്രഥമ വനിതാ സ്റ്റേഷൻ സ്ഥാപിതമായത് 1973 കോഴിക്കോട് പാവമണി റോഡിലാണ്. അന്നത്തെ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് വനിതാ പോലീസ് സ്റ്റേഷൻ എന്ന പൊതുസംരംഭം ഇന്ത്യക്ക് സമർപ്പിച്ചത്. ASI പത്മിനിയുടെ കീഴിൽ 10 കോൺസ്റ്റബിൾമാരടങ്ങിയ 11 അംഗ വനിതകളാണ് ഈ പൊതുസംരംഭത്തിന്റെ ആദ്യ തേരാളികളായത്. അന്ന് സർവീസിലുണ്ടായിരുന്ന 10 അംഗ കോൺസ്റ്റബിൾമാരിലൊരാളായ MV ഓമന ഇന്ന് 34 വർഷത്തെ സേവനം പൂർത്തിയാക്കി തൊണ്ടയാടുള്ള തന്റെ വീട്ടിൽ സ്വസ്ഥമായ ഗൃഹഭരണത്തിലാണ്. പ്രഥമ വനിതാ സ്റ്റേഷനിൽ ആദ്യ വനിതാ പോലീസിൽ ഒരാളെന്ന ബഹുമതിയുടെ നിറവിൽ അവരുടെ സേവന ജീവിതത്തിലുണ്ടായ ധീരമായ അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവയ്ക്കാനും അവർ തയ്യാറായിരുന്നു. ഞങ്ങളൊക്കെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞങ്ങളൊക്കെ കാണുമ്പോൾ അവർക്കൊരു പേടി വരും. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അനുസരിക്കും. ഇപ്പോൾ ഒന്നും ചില കൂട്ടരൊക്കെ അനുസരിക്കണമെന്നുള്ള ഒരു എന്താ പറയേണ്ടത്, അനുസരിക്കുന്നില്ല ചില ആൾക്കാർ. ചിലത് ഞങ്ങളൊക്കെ കാണുമ്പം പറയും അയ്യോ പേടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഓടുന്ന ടൈം ഉണ്ടായിരുന്നു. ഇപ്പം പുരുഷന്മാർക്കൊന്നും ഒരു വിലയില്ലാത്ത മാതിരി അയക്കുന്നു. അന്നൊരു പെൺകുട്ടീനെ കയറി പിടിക്കുമ്പോൾ ഞങ്ങളെന്താ പറഞ്ഞാൽ അന്ന് അനുസരിക്കും. ഇന്നിപ്പോൾ അവരെ അനുസരിക്കുന്നില്ല, എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പം ഞങ്ങൾ അന്നും ഇന്നുമായി ഇങ്ങനെ കാണുമ്പോൾ നമുക്കേ തോന്നും കൂടി കൂടി വരികയാണെന്ന്. കോൺസ്റ്റബിളായി തുടങ്ങി പിന്നീട് വടകരയിലും തിരുവനന്തപുരത്തും സബ് ഇൻസ്പെക്ടറായി സേവനമനുഷ്ഠിച്ചു. കോഴിക്കോട് SI ആയിരുന്ന ശിവദാസൻ നായരാണ് ഓമനയുടെ ഭർത്താവ്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അന്നത്തെ കാലത്ത് വളരെ കുറവായിരുന്നെന്നും കേരളത്തിലൊന്നാകെ 10 വനിതാ പോലീസുകളുടെ ആവശ്യമേ അന്നുണ്ടായിരുന്നുള്ളൂ എന്നും അവർ പറയുന്നു. എന്നാൽ ഇന്ന് ഒരു ജില്ലയിൽ തന്നെ 50ഓളം വനിതാ പോലീസുകൾ വേണ്ടിവരുന്ന സാഹചര്യം തികച്ചും അവിശ്വസനീയമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. 34 വർഷത്തെ തന്റെ സേവന ജീവിതത്തിൽ നിന്നുണ്ടായ ഒരായുസിന്റെ മുഴുവൻ അനുഭവ സമ്പത്താണ് ഈ ധീരവനിത ഈ വനിതാ ദിനത്തിൽ നമുക്കായി നൽകുന്നത്. ക്യാമറാമാൻ കൃതേഷ് വേങ്ങേരിക്കൊപ്പം അരുണിമ, കോഴിക്കോട്. വനിതാ ദിനം എന്നത് ലോകത്തിന്റെ ദിവസമാണെന്ന് ഡോക്ടർ പ്രിയ P. പുരുഷനിൽ നിന്നും സമൂഹത്തിൽ നിന്നുമല്ല സ്ത്രീക്ക് മോചനം ലഭിക്കേണ്ടതെന്നും ഉള്ളിലുള്ള ദൗർലഭ്യത്തിൽ നിന്നുമാണ് മുക്തി വേണ്ടതെന്നും അവർ കൂട്ടിച്ചേർത്തു. ദേശപോഷിണി പബ്ലിക് ലൈബ്രറി വനിതാവേദിയുടെ കൂട്ടായ്മയിൽ സംസാരിക്കുകയായിരുന്നു അവർ. സ്ത്രീയായതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. എവിടെയാണോ നാരികൾ പൂജിക്കപ്പെടുന്നത് അവിടെ ഐശ്വര്യം വിളയും എന്ന പഴമക്കാരുടെ ചൊല്ലുകളിൽ നിന്നുമാണ് ദേശപോഷിണി പബ്ലിക് ലൈബ്രറി വനിതാവേദിയുടെ വനിതാ കൂട്ടായ്മയിൽ വർത്തമാനങ്ങൾ ഉയർന്നത്. അതേസമയം സ്ത്രീയും പുരുഷനും പരസ്പരം ബഹുമാനത്തോടുകൂടി ജീവിക്കണമെന്നും
ചോദ്യചിഹ്നമായി മാറിക്കിടക്കുന്ന സ്ത്രീ സുരക്ഷയെക്കുറിച്ചും കൂട്ടായ്മ ചർച്ച ചെയ്തു. വനിതകൾക്ക് പ്രത്യേക ദിനത്തിന്റെ ആവശ്യമില്ലെന്നും ഈ വനിതാ ദിനം എന്നത് ലോകത്തിന്റെ ദിവസമാണെന്നും മുഖ്യപ്രഭാഷണം നടത്തി ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രിയ പി പറഞ്ഞു. പുരുഷനിൽ നിന്നും സമൂഹത്തിൽ നിന്നുമല്ല സ്ത്രീക്ക് മുക്തി വേണ്ടതെന്നും ഉള്ളിലുള്ള ദൗർലഭ്യത്തിൽ നിന്നുമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. നമ്മൾ എപ്പോഴും നമ്മളോടാണ് യുദ്ധം ചെയ്യേണ്ടത്. നമ്മൾ യുദ്ധം ചെയ്യുന്നത് എപ്പോഴും സമൂഹത്തോടും, നമ്മൾ യുദ്ധം ചെയ്യുന്നത് എന്നും പുരുഷനോടും അല്ലെങ്കിൽ പുരുഷന്റെ ആറ്റിറ്റ്യൂഡിനോടുമാണ്. നമ്മളുടെ ആറ്റിറ്റ്യൂഡിനോട് യുദ്ധം ചെയ്താൽ നമ്മൾക്ക് 100% വിജയമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അവിടെ മാത്രമേ നമുക്ക് വിജയിക്കാനുള്ളൂ. നമ്മളിപ്പോ പുറത്തേക്ക് ഇറങ്ങുമ്പോ അയ്യോ എന്താ തോന്നുക, ഈ ഒരു തോന്നൽ നമ്മുടെ ഉള്ളിലെ പുരുഷനുണ്ടാക്കി വെച്ചതല്ല. 2 വാദങ്ങൾ ഉയർന്ന കൂട്ടായ്മ ഉടനീളം രസകരമായാണ് നടന്നത്. ചടങ്ങ് ശ്രീദേവി കാക്കാട് ഉദ്ഘാടനം ചെയ്തു. VP ലീലാവതി ടീച്ചർ, പ്രസന്ന പ്രകാശ്, നളിനി നമ്പ്യാർ തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത്. സംസ്ഥാനത്തെ ചെറുകിട കരിങ്കൽ ക്വാറി ക്രഷർ മേഖലയിലെ സ്തംഭനാവസ്ഥ പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കരിങ്കൽ ക്വാറി ക്രഷർ സംയുക്ത ട്രേഡ് യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റി. ചെറുകിട ക്വാറികൾ അടച്ചുപൂട്ടി വൻകിടക്കാർക്ക് അനുമതി നൽകുന്നത് പരിസ്ഥിതിക്ക് വൻ ആഘാതം സൃഷ്ടിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ആയിരക്കണക്കിന് തൊഴിലാളികൾ ഉപജീവനത്തിന് ആശ്രയിക്കുന്ന ചെറുകിട കരിങ്കൽ ക്വാറി ക്രഷർ മേഖല പരിസ്ഥിതി അനുമതിയുടെ മറവിൽ അടച്ചുപൂട്ടപ്പെട്ടിട്ട് 3 മാസത്തോളമായി. 25 സെന്റ് സ്ഥലം മുതൽ 50 സെന്റ് വരെയുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന ചെറുകിട ക്വാറികൾക്ക് അപ്രാപ്യമായ പാരിസ്ഥിതിക അനുമതി സംസ്ഥാനത്തെ വൻകിട ലോബികളെ സഹായിക്കാൻ മാത്രമേ ഉതകൂ എന്നും ചെറുകിട ക്വാറികൾ അടച്ചുപൂട്ടി വൻകിടക്കാർക്ക് മാത്രം പ്രവർത്തിക്കാമെന്നത് പരിസ്ഥിതിക്ക് വൻ ആഘാതം ഏൽപ്പിക്കാനേ ഉപകരിക്കൂ എന്നും സംയുക്ത കോർഡിനേഷൻ കമ്മിറ്റി ആരോപിച്ചു. 1967 മുതൽ സംസ്ഥാനത്ത് ചെറിയ രൂപത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായി നിയമനിർമ്മാണം നടത്തണമെന്നും തൊഴിലും പരിസ്ഥിതിയും സംരക്ഷിക്കണമെന്നും കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളായ VM കുട്ടിക്കൃഷ്ണൻ, M രാജൻ, C സുന്ദരൻ, CP കുഞ്ഞഹമ്മദ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. രാജ്യാന്തര വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് സ്ത്രീ ചേതന കോഴിക്കോടിന്റെ നേതൃത്വത്തിൽ പഠന സദസ്സ് സംഘടിപ്പിച്ചു. സാഹിത്യകാരി KP സുധീര ഉദ്ഘാടനം ചെയ്തു. നിള എഡ്യൂക്കേറ്റഡ് എ ഡോട്ടർ സ്കോളർഷിപ്പ് ചടങ്ങിൽ വിതരണം ചെയ്തു. രാജ്യാന്തര വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് സ്ത്രീചേതന പഠന സദസ്സ് നടത്തി. സാഹിത്യകാരി KP സുധീര പഠന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഒരു കലാകാരിയുടെ മനസ്സിനുണ്ടാകുന്ന നൊമ്പരം, മനസ്സിനുണ്ടാകുന്ന മുറിവിൽ നിന്നാണ് നല്ല കൃതികൾ ഉണ്ടാകുന്നത്. അതാണ് കലാകാരന്റെ കരൾച്ചോര കലരാത്ത കലയും ഹൃദ്രക്തം കൊണ്ട് എഴുതപ്പെടാത്ത തത്വശാസ്ത്രവും ഉപരിപ്ലവമായിരിക്കും എന്ന് പറയുന്നത്. ഇത് സ്വന്തം ആത്മാവിന്റെ മുറിവിൽ നിന്നുണ്ടായിട്ടുള്ള കൃതിയാണ്. സ്ത്രീചേതന പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി നൽകി വരുന്ന 6000 രൂപ വീതമുള്ള നിള എഡ്യൂക്കേറ്റഡ് എ ഡോട്ടർ സ്കോളർഷിപ്പ് AR അശ്വതി, ശ്രുതി ശശാങ്ക് എന്നിവർക്ക് സമ്മാനിച്ചു. കാനറ ബാങ്ക് റിട്ടയർഡ് സീനിയർ മാനേജരും ഫിനാൻഷ്യൽ കൌൺസിലറുമായ KP പ്രഭാകരൻ നായർ സാമ്പത്തിക സാക്ഷരത, ഡിജിറ്റൽ പണമിടപാട് എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം നടത്തി. സ്ത്രീചേതന പ്രസിഡന്റ് AR സുപ്രിയ അധ്യക്ഷം വഹിച്ചു. CT ലതിക, ബീന പ്രമോദ്, അൽഫോൺസ മാത്യു എന്നിവർ സംസാരിച്ചു. പാറ ചന്ദ്രൻ മാസ്റ്റർ അനുസ്മരണവും വിദ്യാഭ്യാസ സെമിനാറും അവാർഡ് ദാനവും മാർച്ച് 10 നടക്കും. സെമിനാർ KSTA സംസ്ഥാന സെക്രട്ടറി KC ഹരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പാറ അധ്യാപക അവാർഡ് KK രഘുനാഥിന് ചടങ്ങിൽ സമർപ്പിക്കും. വിദ്യാഭ്യാസ ചിന്തകനും പ്രവർത്തകനുമായിരുന്ന പാറ ചന്ദ്രൻ മാസ്റ്റർ അനുസ്മരണ പരിപാടികൾ മാർച്ച് 10 നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. അനുസ്മരണത്തോടനുബന്ധിച്ച് വിദ്യാഭ്യാസ മികവിന് സർഗാത്മക അധ്യാപനം എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ KSTA സംസ്ഥാന ജനറൽ സെക്രട്ടറി KC ഹരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. അധ്യാപക മികവിനുള്ള സർഗാത്മക അധ്യാപക അവാർഡ് വെള്ളയിൽ വെസ്റ്റ് GUP സ്കൂൾ പ്രധാന അധ്യാപകൻ KK രഘുറാമിന് നൽകും. KV മോഹൻകുമാർ IAS അവാർഡ് ദാനം നിർവഹിക്കും. തുടർന്ന് സ്കൂൾ കലോത്സവ വിജയികളുടെ കലാവിരുന്നും പുല്ലാങ്കുഴൽ കച്ചേരിയും KSTA കലാവേദിയുടെ നാടകവും അരങ്ങേറുമെന്നും സംഘാടകർ പറഞ്ഞു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബിഗ് എക്സ്ചേഞ്ച്. നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിവാങ്ങുവാൻ സുവർണാവസരം. വജ്രാഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ അതിശയിപ്പിക്കുന്ന ആനുകൂല്യങ്ങളുമായി ടെൻഷൻ ഫ്രീ അഡ്വാൻസ് ബുക്കിംഗ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. വാർത്തകൾ തുടരുന്നു.
സംശുദ്ധ രാഷ്ട്രീയത്തിനുടമയായ GKക്ക് കലയെയും സംസ്കാരത്തെയും രാഷ്ട്രീയത്തെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞതായി MK രാഘവൻ MP. കോഴിക്കോട് DCC ഓഫീസിൽ നടത്തിയ G കാർത്തികേയൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എക്കാലത്തും മുന്നണി രാഷ്ട്രീയത്തെ ആശ്രയിക്കാതെ കോൺഗ്രസിന് സ്വന്തം കാലിൽ നിൽക്കാൻ ശക്തിയേകാൻ വേണ്ടിയാണ് ഏകകക്ഷി ഭരണമെന്ന മുദ്രാവാക്യം G കാർത്തികേയൻ മുന്നോട്ട് വെച്ചിരുന്നതെന്ന് MK രാഘവൻ MP പറഞ്ഞു. DCCയുടെ നേതൃത്വത്തിൽ നടന്ന G കാർത്തികേയൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംശുദ്ധ രാഷ്ട്രീയത്തിനുടമയായ GKക്ക് കലയെയും സംസ്കാരത്തെയും രാഷ്ട്രീയത്തെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നതായി അദ്ദേഹം അനുസ്മരിച്ചു. ഒരു പോരാളിയായിരുന്നു, അതുപോലെ തന്നെ പോരാളി തന്നെയായിരുന്നു. കേരള വിദ്യാർത്ഥി യൂണിയന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കർമ്മമണ്ഡലത്തിൽ ഉജ്ജ്വലമായ പ്രകാശം ചൊരിഞ്ഞിട്ടുള്ള ഒരു പ്രകാശ ഗോപുരമായിരുന്നു ജീവിക്കുകയാണ്. DCC പ്രസിഡന്റ് K. സിദ്ദിഖ് അധ്യക്ഷം വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്, UDF ജില്ലാ ചെയർമാൻ P. ശങ്കരൻ, KC അബു, UV ദിനേശ് മണി, KP ബാബു, P. മൊയ്തീൻ, ചോലക്കൽ രാജേന്ദ്രൻ, കളരിയിൽ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ വാർഡ് തലത്തിൽ ആയുർവേദ ആരോഗ്യ പരിശോധനാ ക്യാമ്പ് നടത്തി. അരക്കിണർ ഡ്രീംസ് ഓഡിറ്റോറിയത്തിൽ കൌൺസിലർ PP ബീരാൻകോയ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഷൈജു മുഖ്യപ്രഭാഷണം നടത്തി. കോർപ്പറേഷൻ വയോജനങ്ങൾക്കായി വാർഡ് തലത്തിൽ ആയുർവേദ ആരോഗ്യ പരിശോധനാ ക്യാമ്പുകൾ നടത്തി. 80 വയസ്സിന് മേൽ പ്രായമുള്ളവർ, 60 വയസ്സിന് മേൽ പ്രായമുള്ള വിധവകൾ, വിഭാര്യർ, അവിവാഹിതർ, അഗതികൾ, അംഗപരിമിതർ, ഉറ്റബന്ധുക്കൾ, ജീവിച്ചിരിപ്പില്ലാത്തവർ, ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, ഗുരുതര രോഗത്തിന് ചികിത്സ നേടാൻ കഴിയാത്തവർ എന്നിവർക്കായാണ് പരിശോധനകൾ സംഘടിപ്പിച്ചത്. പരിശോധനകൾക്കു ശേഷം ആയുർവേദ രോഗപ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്തു. അരക്കിണർ ഡ്രീംസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിശോധനാ ക്യാമ്പ് 52ാം വാർഡ് കൌൺസിലർ ബീരാൻകോയ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ ഗിരിജ ടീച്ചർ അധ്യക്ഷയായിരുന്നു. ഡോക്ടർ ഷൈജു മുഖ്യപ്രഭാഷണം നടത്തി. PV ഹൈദരലി, PM ശേഖരൻ, സൂപ്പർവൈസർമാരായ ശോഭന, ശാന്തി, വാർഡ് കൺവീനർ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കോർപ്പറേഷൻ വയോജനങ്ങൾക്കായി നടത്തുന്ന ക്ഷേമ പദ്ധതികളുടെ ഭാഗമായാണ് പരിശോധനാ ക്യാമ്പുകൾ സംഘടിപ്പിച്ചത്. ലോക വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി ഇറാം മോട്ടോഴ്സ് വനിതകൾക്കായി മോട്ടോർ റാലി സംഘടിപ്പിക്കുന്നു. മാർച്ച് 12-ന് ആണ് റാലി നടക്കുക. ഫറൂഖിൽ RTO CJ പോൾസൺ റാലി ഫ്ളാഗ് ഓഫ് ചെയ്യും. ലോക വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി മഹീന്ദ്ര ഡീലർമാരായ ഇറാം മോട്ടോഴ്സ് വനിതകൾക്കായി ഓൾ വിമൻ ഡ്രൈവ് എന്ന പേരിൽ 4 ചക്ര മോട്ടോർ റാലി സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. മാർച്ച് 12-ന് ഞായറാഴ്ച രാവിലെ കോഴിക്കോട് RTO CJ പോൾസൺ ഓൾ വിമൻസ് ഡ്രൈവ് ഫറൂഖിലെ ഇറാം മോട്ടോഴ്സ് ഷോറൂമിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. 4 ചക്ര വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യാൻ വനിതകൾക്ക് കൂടുതൽ ധൈര്യം നൽകുക എന്നതാണ് ബി ബോൾഡ് ബി സ്മാർട്ട് എന്ന പ്രമേയം ആസ്പദമാക്കിയുള്ള ഓൾ വിമൻ ഡ്രൈവ് മോട്ടോർ റാലിയുടെ പ്രധാന ലക്ഷ്യം. ഫറൂഖിൽ ആരംഭിക്കുന്ന മോട്ടോർ റാലിയുടെ ആദ്യ ലക്ഷ്യസ്ഥാനം കോഴിക്കോട് ബീച്ചാണ്. തുടർന്ന് മോട്ടോർ റാലി ഫറൂഖ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ക്യാമ്പസിൽ അവസാനിക്കും. റാലിയിൽ പങ്കെടുക്കുന്നവർക്കായി പ്രത്യേക മത്സരങ്ങളും പ്രോഗ്രാമുകളും ഫിംസ് ക്യാമ്പസിൽ സംഘടിപ്പിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മോട്ടോർ എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ STU സിറ്റി ഓട്ടോ സെക്ഷൻ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സംഗമം മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി NC അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. നഗരത്തിലെ ഓട്ടോ ഡ്രൈവർമാരുടെ ജോലി സുരക്ഷിതപ്പെടുത്തുക, നഗരത്തിലെ ഓട്ടോകൾക്ക് പാർക്കിംഗ് സൗകര്യം വർദ്ധിപ്പിക്കുക, നഗരത്തിൽ CC പെർമിറ്റ് ഇല്ലാതെ സർവീസ് നടത്തുന്ന ഓട്ടോകൾക്കെതിരെ നടപടി സ്വീകരിക്കുക, ട്രാഫിക് പരിഷ്കാരങ്ങളുടെ പേരിൽ ഡ്രൈവർമാരെ ദ്രോഹിക്കുന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മോട്ടോർ എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ STU സിറ്റി ഓട്ടോ സെക്ഷന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സംഗമം നടത്തിയത്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ സംഗമം മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി NC അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. STU സിറ്റി മോട്ടോർ പ്രസിഡന്റ് TV അബൂബക്കർ കോയ അധ്യക്ഷനായിരുന്നു. STU സിറ്റി മോട്ടോർ ജനറൽ സെക്രട്ടറി വിരിപ്പിൽ ഗഫൂർ, മോട്ടോർ ജില്ലാ ജനറൽ സെക്രട്ടറി UA ഗഫൂർ, മൂസ ഹാജി, ജാഫർ സക്കീർ, AT അബ്ദു, കുന്നുമ്മൽ മുഹമ്മദ് കോയ, VP ഉസ്മാൻ, ഫൈസൽ പള്ളിക്കണ്ടി, യാസർ അറാഫത്ത് എന്നിവർ സംസാരിച്ചു. കേന്ദ്ര മോട്ടോർ വാഹന ബിൽ ഭേദഗതിക്കെതിരെയും പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വില വർധനവിനെതിരെയും ഇൻഷുറൻസ് വർധനവിനെതിരെയും അമിതമായ പിഴ ഈടാക്കുന്ന നടപടികൾക്കെതിരെയും ചെറുകിട വാഹനങ്ങൾക്ക് സ്പീഡ് ഗവർണർ നിർബന്ധമാക്കുന്നതിനെതിരെയും ശക്തമായ പ്രതിഷേധം യോഗത്തിൽ ഉയർന്നു. ഇന്ത്യൻ ഫോട്ടോഗ്രാഫി രംഗത്തെ ദ്രോണാചാര്യർ എന്നറിയപ്പെടുന്ന TNA പെരുമാളിന്റെ അനുസ്മരണം കോഴിക്കോട്ട് പാരമൗണ്ടിൽ നടന്നു. വന്യജീവി ഫോട്ടോഗ്രാഫറും സാങ്കേതിക വിദഗ്ധനുമായ K. ജയറാം അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. NP ജെയിൻ സ്കൂൾ ഓഫ് ഫോട്ടോ ജേർണലിസമാണ് പരിപാടി സംഘടിപ്പിച്ചത്. NP ജെയിൻ സ്കൂൾ ഓഫ് ഫോട്ടോ ജേർണലിസത്തിന്റെ ആഭിമുഖ്യത്തിൽ TNA പെരുമാൾ അനുസ്മരണം നടത്തി. വന്യജീവി ഫോട്ടോഗ്രാഫർ K. ജയറാം ഉദ്ഘാടനം ചെയ്തു.
പ്രൊഫസർ ടി ശോഭീന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. പീറ്റർ തോമസ്, മലയാള മനോരമ ചീഫ് ന്യൂസ് എഡിറ്റർ PJ ജോഷ, കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, P. മുസ്തഫ, NP ജയൻ എന്നിവർ സംസാരിച്ചു. കേരള സാഹിത്യ സമിതിയുടെ 55ാമത് വാർഷിക സമ്മേളനം അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടന്നു. P. വത്സല അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ APP നമ്പൂതിരി, NN കക്കാട് അനുസ്മരണവും നടന്നു. NP ഹാഫിസ് മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. കേരള സാഹിത്യ സമിതിയുടെ വാർഷിക സമ്മേളനം കോഴിക്കോട് നടന്നു. ചടങ്ങിനോടനുബന്ധിച്ച് APP നമ്പൂതിരി, NN കക്കാട് അനുസ്മരണവും പ്രഭാഷണവും സംഘടിപ്പിച്ചു. P. വത്സല അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ കാസിം വാടാനപ്പള്ളി APP നമ്പൂതിരി അനുസ്മരണം നടത്തി. MM സജീന്ദ്രൻ NN കക്കാട് അനുസ്മരണവും നടത്തി. NP ഹാഫിസ് മുഹമ്മദ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. KS വെങ്കിടാചലം, PM നാരായണൻ, PP ശ്രീധരനുണ്ണി എന്നിവർ സംസാരിച്ചു. അധ്യാപകൻ ആയ നിരൂപകൻ എന്നാണോ, നിരൂപകനായ അധ്യാപകൻ എന്നാണോ വിശേഷിപ്പിക്കേണ്ടത് എന്ന് നാം APP ഭാഷയെ സംബന്ധിച്ച് പലപ്പോഴും വിശകലനം ചെയ്യുകയും വിലയിരുത്തുകയൊക്കെ ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നത് അധ്യാപനം, എനിക്ക് തോന്നുന്നത് മാത്രമല്ല, അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ആസ്റ്റർ മിംസ് കോഴിക്കോടും മിംസ് കോളേജ് ഓഫ് നഴ്സിംഗും ചേർന്ന് ദേശീയ നഴ്സിംഗ് സെമിനാർ സംഘടിപ്പിക്കുന്നു. മാർച്ച് 10, 11, 12 തീയതികളിൽ നടക്കുന്ന സെമിനാർ ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ പ്രസിഡന്റ് T. ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്യും. ആസ്റ്റർ മിംസ് കോഴിക്കോടും മിംസ് കോളേജ് ഓഫ് നഴ്സിംഗും ചേർന്ന് ദേശീയ തലത്തിലുള്ള നഴ്സിംഗ് സെമിനാർ സംഘടിപ്പിക്കുന്നു. മാർച്ച് 10, 11, 12 തീയതികളിൽ ഗവേഷണത്തിലൂടെയും പ്രചരണത്തിലൂടെയുമുള്ള നഴ്സിംഗ് പരിവർത്തനം എന്ന വിഷയത്തിലാണ് സെമിനാർ നടക്കുക. വെള്ളിയാഴ്ച രാവിലെ ആസ്റ്റർ മിംസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ പ്രസിഡന്റ് T. ദിലീപ് കുമാർ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. കേരള നഴ്സിംഗ് എഡ്യൂക്കേഷൻ ജോയിന്റ് ഡയറക്ടർ പ്രൊഫസർ പ്രസന്നകുമാരി മുഖ്യപ്രഭാഷണം നടത്തും. 3 ദിവസങ്ങളിലായി നടക്കുന്ന സെമിനാറിൽ നഴ്സിംഗ് വിദ്യാഭ്യാസ ഗവേഷണ മേഖലകളിലെ വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കും. നഴ്സിംഗ് മേഖലയിലെ വിദഗ്ധർ ക്ലാസുകൾ നയിക്കുമെന്നും ഡോക്ടർ അസ്മ ബീവി, പ്രൊഫസർ ഇഷ ശ്രീധരൻ തുടങ്ങിയവർ പറഞ്ഞു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. പരമ്പരാഗത കൈത്തൊഴിൽ മേഖല സർക്കാരിന്റെ അവഗണന നേരിടുന്ന സാഹചര്യത്തിലാണ് ട്രഡീഷണൽ ആർട്ടിസാൻസ് ഫെഡറേഷൻ സംസ്ഥാന പ്രതിനിധി കൺവെൻഷൻ കോഴിക്കോട് നടക്കുന്നത്. മരപ്പണി, ഇരുമ്പുപണി, സ്വർണ്ണപ്പണി, ഓട്ടുപാത്ര നിർമ്മാണം, ശില്പവേല തുടങ്ങിയ തൊഴിൽ ചെയ്യുന്ന പരമ്പരാഗത തൊഴിലാളികളെ സംരക്ഷിക്കാൻ ഇനിയെങ്കിലും സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് കൺവെൻഷനിൽ സംസ്ഥാന പ്രസിഡന്റ് P. ഗോപിനാഥൻ ആവശ്യപ്പെട്ടു. പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേഷ് ബാബു അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ സാമൂഹ്യ പ്രവർത്തകൻ ബാലൻ അമ്പാടിയെ ആദരിച്ചു. ജയൻ അമ്പലം, ശശിധരൻ താഴാശ്ശേരി, ഗോപാലകൃഷ്ണൻ കൊല്ലം, ബാലകൃഷ്ണൻ പന്നൂർ, കലേഷ് വയനാട്, സത്യനാഥ് എടക്കര, S. രംഗരാജൻ തുടങ്ങിയവരടക്കം 15-അംഗ കമ്മിറ്റിയെ കൺവെൻഷനിൽ തിരഞ്ഞെടുത്തു. പരമ്പരാഗത വിശ്വകർമ്മ തൊഴിലാളികളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നേതൃത്വം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പൊതുപരീക്ഷകൾക്ക് തുടക്കം. ലോക വനിതാ ദിനം, സ്ത്രീ സുരക്ഷയെ ചോദ്യം ചെയ്ത് ദിനാചരണ പരിപാടികൾ. ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ ആത്മാവിലാവാഹിച്ച് ജയസ്നേഹ, പെണ്ണു പൂക്കുന്ന കാലം അരങ്ങിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. Astor Mims, Calicut and Kotico. We will treat you